السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നാം പ്രയാണം ചെയ്യുന്നത്. അവിടത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ പരിപൂർണമായി പ്രതിഷ്ഠിച്ചു തരുമാറാവട്ടെ. അവിടത്തോടുള്ള ഇഷ്കിന്റെ അഹ്ലുകാരാക്കി അല്ലാഹു നമ്മെല്ലാവരെയും മാറ്റുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മഹത്തായ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അതിലെ 18-ാമത്തെ ആയത്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഥവാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയ അതിപ്രധാനമായൊരു ഉപദേശം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. ജനങ്ങളിൽ നിന്നും നീ മുഖം തിരിച്ചു കളയരുത്, അഹന്ത കാണിച്ച് നീ നടക്കുകയും ചെയ്യരുത്. നിശ്ചയം അഹങ്കാരിയെയും ദുരഭിമാനമുള്ള ആളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. അഹങ്കാരവും ദുരഭിമാനവുമുള്ള ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അതിൽപ്പെട്ട ഒരാളെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയ വളരെ പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ്. നേരത്തെ അല്ലാഹുവാകുന്ന സൃഷ്ടാവുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട ഒരു മകനോട് പറയുന്നു. അല്ലാഹുമായി ബന്ധപ്പെടേണ്ടത് എങ്ങനെയെന്നും മനുഷ്യരുമായി സഹവസിക്കേണ്ടത് എങ്ങനെയെന്നും പുത്രനെ പഠിപ്പിക്കാനാണ് ഈ ആയത്ത് ബഹുമാനപ്പെട്ടവർ ഈ ഉപദേശം നൽകുന്നത്. ആദ്യം അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശമാണ് നൽകിയത്. അല്ലാഹുവിനോട് മറ്റൊരാളെയും മറ്റൊരു വസ്തുവിനെയും പങ്കുചേർക്കാൻ പാടില്ല. പരമമായ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ട ആൾ അല്ലാഹു ആയതുകൊണ്ട് ഇനി മറ്റൊരാളെ അതിൻ്റെ ഒരംശം പോലും നൽകി പരിഗണിക്കാൻ പാടില്ല എന്ന് ആദ്യം പഠിപ്പിച്ചു. പിന്നെ സ്വയം ആത്മശുദ്ധി വരുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. അതും കഴിഞ്ഞ് മറ്റാളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകുകയാണ്. മറ്റാളുകളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ അഥവാ ദീനീ ദഅവത്ത് നടത്തുമ്പോൾ സംഭവിക്കാവുന്ന പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ഷമിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ഇനി ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ, അതാണ് തുടർന്ന് ബഹുമാനപ്പെട്ടവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖുർആനിലൂടെ മഹാനായ
ലുക്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപദേശം അല്ലാഹു തആല എടുത്ത് ഉദ്ധരിച്ചത് അത് മനസ്സിലാക്കി തരാനാണ്. മറ്റാളുകളുമായി ബന്ധപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ചില അവസ്ഥാ വിശേഷങ്ങൾ. അതാണ് വലാ തുസഇർ ഖദ്ദക ലിന്നാസി. മോനെ, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നീ സഹവസിക്കുന്ന സമയത്ത് ജനങ്ങളെ തൊട്ട് നീ ഒരു കാരണവശാലും മുഖം തിരിച്ചു കളയരുത്. വിശ്വാസപരമായും കർമ്മപരമായും സ്വഭാവ സംബന്ധമായുമുള്ള പല തത്വോപദേശങ്ങളുടെ സമാഹാരമാണ് ബഹുമാനപ്പെട്ടവർ മകനിക്ക് നൽകിയത്. അഹംഭാവത്തോടെ ജനങ്ങളെ നേരെ മുഖം ചുളിക്കുകയോ അവഗണന മൂലം അവരിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. മറ്റാളുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് സ്വയം വലിയവനാണ് എന്ന ആ അവസ്ഥയിൽ മറ്റൊരാളെ നിന്ദിക്കുന്ന പരിപാടി ഉണ്ടാവാൻ പാടില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് സ്വയം കാമിലാകാൻ, സമ്പൂർണനാകാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു. അതോടുകൂടെ തന്നെ സ്വയം സമ്പൂർണനായി കഴിഞ്ഞാൽ മറ്റാളുകളെയും സമ്പൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ ബഹുമാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകി. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ അങ്ങനെയാണല്ലോ. വൻഹാനിൽ മുങ്കർ വഅംറു ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കർ. മറ്റാളുകളെ കമാലിയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, സമ്പൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ സന്മാർഗികളാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വയം സമ്പൂർണത വേണം, മറ്റാളുകളെ സമ്പൂർണമാക്കുകയും ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഈ രണ്ടവസ്ഥയിലേക്കും എത്തിയ മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ചില അപജയങ്ങളെക്കുറിച്ച് മകന് ഉപദേശം നൽകുകയാണ്. സ്വയം അയാൾ സമ്പൂർണനാണ്, മറ്റാളുകളെ സമ്പൂർണതയിലേക്ക് നയിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. അവിടെ രണ്ടാലൊന്ന് സംഭവിക്കും. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണത്? ഒന്ന്, അത്തകബ്ബുർ അലൽ ഗൈരി ബിസബബി കൗനിഹി മുകമ്മിലൻ ലഹു. അഹങ്കാരം വരും, അഹംഭാവം വരും. ഞാനാണല്ലോ ഇവനെ നന്നാക്കുന്നത്, ഇവനെ പരിരക്ഷിക്കാനും പരിശുദ്ധമാക്കാനുമുള്ള ദൗത്യം ഏറ്റെടുത്തവൻ ഞാനാണല്ലോ, അപ്പോൾ ഞാൻ അവനെക്കാണ് വലിയവനാണ് എന്നുള്ള ആ അഹംഭാവം, അഹങ്കാരം, അത് സംഭവിക്കാൻ ധാരാളമായി സാധ്യതയുണ്ട്, സംഭവിക്കാറും ഉണ്ട്. മറ്റൊന്നെന്താണ്? അത്തബഖ്തുറു ഫിൻ നഫ്സ്, സ്വയം ഒരു അഭിമാനം, ദുരഭിമാനം, സ്വയം അഭിമാനിക്കുക. എന്തുകൊണ്ട്? ബിസബബി കൗനിഹി കാമിലൻ ഫീ നഫ്സിഹി, അയാൾ സ്വന്തം സമ്പൂർണനാണല്ലോ, അയാളെ സംബന്ധിച്ചുള്ള മതിപ്പ് അത് വളരെ കൂടുതലായി. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് സ്വയം ആത്മാഭിമാനം തോന്നും. ഞാൻ ഉന്നതനാണെന്നുള്ളൊരു ചിന്ത അയാളുടെ ഹൃദയത്തിൽ വരും. ഈ രണ്ടവസ്ഥ ഈ ഘട്ടത്തിൽ മനുഷ്യനിക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇമാം റാസി തങ്ങൾ പറയുന്നത്. ഒന്ന്, മറ്റാളോട് അവൻ എന്ത് ചെയ്യും? അഹങ്കരിക്കും. എന്തുകൊണ്ട്? അവനെ ഇയാളാണല്ലോ സംസ്കരിക്കുന്നത്,
അപ്പൊ ഞാൻ നിയന്ത്രിക്കുന്ന, ഞാൻ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, ഞാൻ അവനെ സമ്പൂർണനാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അയാള് എന്നെ മാനിക്കണം, എന്നെ ബഹുമാനിക്കണം എന്നൊരു തോന്നൽ അത് സംഭവിക്കും. അതേ സമയത്ത് അയാൾ സ്വയം ഉത്കൃഷ്ടനാണെന്നുള്ള ചിന്ത അയാൾക്ക് വന്നാൽ അയാൾക്ക് വലിയൊരു ദുരഭിമാനവും വരും. ഈ രണ്ടവസ്ഥകളും ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളെക്കൊള്ളെ നീ മുഖം തിരിച്ചു കളയരുത്, ജനങ്ങളെ തൊട്ട് നീ മുഖം തിരിച്ചു കളയരുത്. അത് അഹങ്കാരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ്. ജനങ്ങളെ തൊട്ട് മുഖം തിരിച്ചു കളയുമ്പോൾ ജനങ്ങളെ അവൻ നിസ്സാരപ്പെടുത്തൽ വരും, നിന്ദിക്കൽ വരും. അതുണ്ടാവാൻ പാടില്ല. മാത്രമല്ല വലാ തംശി ഫിൽ അർളി മറഹ, അഹങ്കാരത്തോടുകൂടെ ഭൂമിയിൽ നീ നടക്കുകയും ചെയ്യരുത്. അഹങ്കരിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? അതുകൊണ്ടാണല്ലോ നമുക്ക് നിർദ്ദേശം കിട്ടുന്നത്, കുൻ അഹദന്നാസി ഇൻദന്നാസി വ ഇൻദൻ നഫ്സി അദ്നന്നാസി വ ഇൻദല്ലാഹി അഅലന്നാസി. എന്തൊരു ഉപദേശമാണത്! ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണെന്ന് തോന്നുന്നു നിർദ്ദേശിക്കുകയാണ്. കുൻ അഹദന്നാസി ഇൻദന്നാസി, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നീ നിലനിൽക്കുമ്പോൾ നീ അവരിൽ ഒരാളാവണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ എന്താ? സഹാബാക്കൾക്ക് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഹൈബത്ത് കാരണമായി. അങ്ങനത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളുമായി ഒറ്റപ്പെട്ടൊരു സ്റ്റേജിന്റെ മുകളിൽ കയറിയിരുന്നിട്ടല്ല ഉപദേശം നൽകുന്നത്. സഹാബാക്കൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ കൂടെ ഇരിക്കും. അപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ ആരാ? പാവപ്പെട്ട സഹാബാക്കളാ. ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സാധുക്കൾ, ദരിദ്രൻ, മാത്രമല്ല തറവാടിത്തമില്ലാത്തവര്, സ്ഥാനമാനങ്ങളില്ലാത്തവര്, മോചിപ്പിക്കപ്പെട്ട അടിമകൾ, അവരൊക്കെയാണിത്. റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്തിരിക്കുന്നവർ അവരാ. അവരെ കൂടെ റസൂലുള്ള ഇരിക്കുന്നത്. ആരാ റസൂലുള്ള? എന്താ റസൂലുള്ള? അത് വർണ്ണിക്കാൻ ഈ ലോകത്ത് ആർക്ക് കഴിയും? അങ്ങനത്തെ റസൂലുള്ള സഹാബാക്കളെ കൂടെ ഇരിക്കുകയാണ്. ഖുറൈശി പ്രമാണിമാര് അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരൊക്കെ വരുമ്പോ ഈ അവസ്ഥയിൽ കാണുമ്പോൾ അവർ പറയുന്നു റസൂലുള്ളാഹിയോട്, മുഹമ്മദ്, നീ അവരൊന്ന് മാറ്റിയിരുത്തിയാൽ, ഞങ്ങൾ വരുമ്പോഴെങ്കിലും നീ അവരൊന്ന് മാറ്റിയിരുത്തിയാൽ അത് വളരെ ഉപകാരപ്രദമാവുമായിരുന്നു. ഞങ്ങൾക്ക് മടിയാണ് അവരൊക്കെ കൂടെ ഇരിക്കാൻ എന്ന് റസൂലുള്ളാഹിനോട് ഉപദേശിച്ചതും അതിന് അല്ലാഹു തആല പറഞ്ഞ മറുപടികളൊക്കെ നമുക്കറിയാം. അപ്പോ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോ നിർബന്ധമായും നാം അവരിൽ ഒരാളാവണം. ഇറങ്ങി നടന്നും അവരെ കൂടെ ഇരുന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തും ആനന്ദങ്ങൾ പങ്കിട്ടും സന്തോഷങ്ങളിൽ പങ്കുചേർന്നും അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഒരു ഉത്കൃഷ്ടനായ വ്യക്തിത്വത്തിന്റെ ജീവിതം. അതേ സമയത്ത് ഇൻദൻ നഫ്സി അദ്നന്നാസി, സ്വന്തം വ്യക്തിപരമായി ആരുമില്ലാതെ ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്താ? ഞാൻ ഏറ്റവും നല്ലവനാണ് എന്നാണോ? ഞാൻ നിസ്കരിക്കുന്നവനാണ്, മറ്റാളുകളൊന്നും നിസ്കരിക്കുന്നില്ലല്ലോ. ഞാൻ പള്ളിയിൽ പോകുന്ന ആളാ, മറ്റാളുകൾ പള്ളിയിൽ പോകുന്നില്ലല്ലോ.
ഞാൻ നല്ല ഉപദേശങ്ങൾ കേൾക്കുന്നവനും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ആളുകളുമാണ്. മറ്റാളുകൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയല്ല ചിന്ത വേണ്ടത്. സ്വയം ചിന്തിക്കുമ്പോ എന്റെ റബ്ബ് എന്നെ ഈ രൂപത്തിലാക്കി എനിക്ക് ഇത്രയും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും ആകാര സൗഷ്ഠവും ഭംഗിയും അഴകും സാമ്പത്തിക സമൃദ്ധിയും സാങ്കേതിക കഴിവുകളൊക്കെ നൽകി എന്റെ റബ്ബ്. എന്റെ റബ്ബിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എന്റെ ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോ ഞാനൊരു കണ്ണില്ലാത്തവനായിരുന്നുവെങ്കിൽ എനിക്കാര് കണ്ണു തരും? ഞാനൊരു മുടന്തനായിരുന്നുവെങ്കിൽ, ഒരു വികലാംഗനായിരുന്നുവെങ്കിൽ എനിക്കെന്റെ വൈകല്യമാര് മാറ്റിത്തരും? ഞാൻ സംസാരശേഷിയില്ലാത്തവനായിരുന്നെങ്കിൽ, ഞാനൊരു മൂകനായിരുന്നെങ്കിൽ, ഞാനൊരു ബധിരനായിരുന്നെങ്കിൽ, ഞാനൊരു അന്ധനായിരുന്നെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആരാണുണ്ടാവുക? സമ്പൂർണനിൽ സമ്പൂർണനായിട്ട് എന്നെ അല്ലാഹു തആല പടച്ചു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഭംഗിയായ രൂപത്തിലാണ് അല്ലാഹു തആല പടച്ചത് മനുഷ്യനെ. അല്ലാഹു പറയാണ്, അങ്ങനെയാണ് മനുഷ്യനെ പടച്ചത്. പക്ഷെ അവന്റെ ദുഷ്പ്രവണതകൾ കാരണമായി, അവന്റെ ജീവിതത്തിലെ അപചയങ്ങൾ കാരണമായി സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അല്ലാഹു തആല തുടർന്ന് പറയുന്നു, പിന്നെ നാം അവനെ ഏറ്റവും നിന്ദ്യരിൽ നിന്ദ്യനായി നാം മടക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ആ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എനിക്ക് അല്ലാഹു തആലാക്ക് നന്ദി ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനസ്സറിഞ്ഞൊരു നന്ദി വാക്കുപോലും അല്ലാഹു തആലയോട് പറഞ്ഞിട്ടില്ല. സർവ സൗഭാഗ്യങ്ങളും നേടിയ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ പ്രീതിക്ക് പാത്രീഭൂതനായ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി എന്ന് അല്ലാഹു തആല വിലയിരുത്തിയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാവിൽ ഉറക്കുപേക്ഷിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിച്ച് അവിടുത്തെ രണ്ട് കാലുകളിലും നീര് കെട്ടി വീർത്തപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ വന്ന് ചോദിച്ചല്ലോ, എന്തിനാ നബിയെ ഇത്ര പ്രയാസപ്പെടുന്നത്? അങ്ങെന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? അങ്ങേക്ക് പാപങ്ങളില്ലല്ലോ, പാപങ്ങൾ വരാനുള്ള ചാൻസുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടേ ആയിഷ എന്ന. റസൂലുള്ളാഹിന്റെ ചിന്താഗതിയാണ് കാണുന്നത്. മഹാന്മാരൊക്കെ അങ്ങനെ ചിന്തിച്ചത്. അവർക്കും വേറെ ഒരു വകുപ്പിൽ ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അതാണ് സ്വയം അയാൾ വിലയിരുത്തുമ്പോ ഞാൻ ആരാണ്? അതിനന്നാസാണ്. ജനങ്ങളെ വെച്ചിട്ട് ഏറ്റവും താന്നവൻ ഞാനാണ്, ഏറ്റവും ഒന്നിനും കൊള്ളാത്ത ആളാണ് ഞാൻ, എന്നൊന്നിനും കൊള്ളില്ല എന്നയാൾക്ക് സ്വയം തോന്നണം. ആ അവസ്ഥയിലേക്ക് അയാൾ ഉയരണം. തോന്നുമ്പോഴേ അയാൾക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ഇൻദല്ലാഹ് അലന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെടുമ്പോൾ അവൻ ആളുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനും ഉന്നതനുമായി മാറണം. നമുക്കുള്ള നിർദ്ദേശം അങ്ങനെയാ. നേരെ മറിച്ചായി കഴിഞ്ഞ അപകടമാണ്. ആളുകളിടയിൽ വലിയ അഹങ്കാരിയാവുക, സ്വന്തം നഫ്സിലേക്ക് അയാൾ മടങ്ങി വരുമ്പോൾ ദുരഭിമാനിയാവുക. അള്ളാഹുവിന്റെ അടുക്കലോ ഏറ്റവും വലിയ താഴ്ന്ന അധപ്പതനത്തിന്റെ പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളായി മാറുക എന്നുള്ള യഥാർത്ഥ അവസ്ഥ ഇതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ അവസ്ഥ വരരുത് എന്നാണ് ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ മകനിക്ക് നൽകുന്ന ഉപദേശം.